അറിയാമോ, എന്റെ അളിയനെ കൊന്നു അയാള്. എനിക്കറിയാം, അത് സാധാരണ മരണമല്ല, അവനെ കൊന്നിരിക്കുകയാണ്. അനുഷയുടെ ആത്മാവ് നമ്മളെല്ലാവരും കൊല്ലാൻ നടക്കുകയാണ്. ആത്മാവാണ് നമ്മുടെ ദിനേശിനെ കൊന്നിരിക്കുന്നത്. ചത്തവള് തിരിച്ചു വരുമെന്ന് നീ പറഞ്ഞില്ലായിരുന്നല്ലോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? നീ പേടിക്കണ്ട, അതിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ മന്ത്രശക്തിയുണ്ട്, ഇത് നീ വെച്ചോ. ഇത് നിന്റെ കഴുത്തിലുള്ളത് വരയ്ക്കും ഒരാത്മാവ് നിന്നെ ഒന്നും ചെയ്യില്ല. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ നിനക്ക് നല്ല ശക്തിയൊക്കെ ഇല്ലേ, അതിനെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ലേ? അതിന് വളരെ ശക്തിയുണ്ട് രഘു. ഞാൻ വിചാരിച്ച അതിനെ നശിപ്പിക്കാൻ പറ്റും. ആത്മാവ് കാരണം എനിക്കൊരു കാര്യം നേടാനുണ്ട്. നമ്മൾ ധൃതി വെച്ചാൽ അത് നമ്മുടെ ജീവൻ എടുത്തു കളയും. എന്ന് വെച്ചാൽ അതിന് നമ്മളെ കൊല്ലാനാവില്ലേ? പെട്ടെന്ന് തന്നെ ഞാൻ അതിനെ നശിപ്പിക്കും. അതിനാവശ്യമുള്ള ശക്തി ഞാൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമുള്ള ശക്തി എനിക്ക് കിട്ടണമെങ്കിൽ അതിന് ഞാൻ അനുഷയുടെ ആത്മാവിനെയും അത് കൂടിയിരിക്കുന്ന ശരീരത്തിന്റെ ആത്മാവിനെയും ഒന്ന് ചേർക്കണം. ഈ മാക്കാളിക്ക് ബലിയർപ്പിക്കണം. ജയ് മാക്കാളി. എന്നാ പിന്നെ ഞാൻ വരട്ടെ. സാറേ, അപ്പൊ ദിയാമേടാണോ അനുഷ്യനെ? ഇല്ല, വേണ്ട, അതൊന്നും പറയരുത്. കൺഫ്യൂഷൻ എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് സർ. ലാസ്റ്റ് ട്രൈ ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കൂ. നമ്മള് ദിയേനെ ഉടനെ സിറ്റിക്ക്. അതെ സർ. അപ്പൊ ആ ആത്മാവ് വരില്ല. പട്ടണത്തിൽ പോയി വലിയൊരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാം. അതും ശരിയാണ്. ദിയ ഇപ്പൊ തന്നെ വിളിച്ചോണ്ട് പോവാം. രാജേഷ്, വണ്ടി എടുക്കൂ. രാജേഷ് സാർ, സൂക്ഷിച്ച് സാർ. നോക്കി നോക്കി. ആകാശ്, അനുഷ ദിയേനെ മുഴുവൻ കീഴടക്കി കഴിഞ്ഞു. അവളുടെ അനുവാദമില്ലാതെ ദിയേനെ ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഓ, നിങ്ങൾ വന്നില്ലല്ലോ സാരല്ലേ, ഞാൻ നോക്കിക്കോളാം സാർ. നിങ്ങൾ വിചാരിച്ചൊന്നും നടക്കില്ല ആകാശ്. അർദ്ധരാത്രിയിൽ നിങ്ങൾ എണീറ്റ് പോയപ്പോ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സംഭവിച്ചില്ലേ? സാർ, ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ദിയ ഇങ്ങനെ വേദനിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല സാർ. അനുഷ പ്രതികാരം ചെയ്യാനാണ് ദിയയുടെ ശരീരത്തിൽ കയറിക്കുന്നത്. പക്ഷെ ദിയേനെ ഒന്നും ചെയ്യില്ല. ആ ആത്മാവിന്റെ ലക്ഷ്യം ആ 3 പേര് മാത്രമാണ്. അതിനുള്ളിൽ എത്രയും പെട്ടെന്ന് നമ്മൾ രവിനെ കണ്ടുപിടിച്ചേ പറ്റൂ. അതല്ലാതെ വേറെ ഒരു മാർഗം നമുക്കില്ല. ഈ നാട് വിട്ട് നിങ്ങൾക്ക് പോകാനായില്ലല്ലേ? എന്ത് ചെയ്യാനായത്? ഇവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ ഈശ്വര, രക്ഷിക്കണേ. രവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോ? അന്വേഷിച്ചു സർ. അയാള് സന്യാസി ആയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല സർ. നിങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയേണ്ട കാര്യം. രവിനെ നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. ആയിക്കോട്ടെ സർ. രവിയെ കുറിച്ച് എന്ത് വിവരം അറിഞ്ഞാലും ഞാൻ ഉടനെ നിങ്ങളെ വന്ന് അറിയിക്കാം. വരട്ടെ സർ. പലവട്ടം കാത്തിരുന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്. ഒരു വട്ടം പോലും നീ വന്നില്ലേ, വന്നില്ലേ എനിക്ക്
പലവട്ടം കാത്തുനിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്. പലവട്ടം നീ വന്നില്ലേ വന്നില്ലേ നീ വന്നില്ലേ. ദിയ ദിയ രാജേഷ് രാജേഷ് എന്ത് പറ്റി ആകാശ്? ദിയ ദിയ ദിയേനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ നിർത്തണം. ദിയ സാറേ ഇങ്ങോട്ട് വരണേ, വേഗം വരണേ. ധനപാലൻ ധനപാലൻ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ഞാനെപ്പോഴാ സാർ വിളിച്ചത്? നിങ്ങളല്ലേ ഇപ്പൊ വിളിച്ചു കൂവിയത്? സാർ ഞാൻ മിണ്ടാതിരിക്കായിരുന്നു സാർ. ഞാൻ ഇപ്പോഴാ ബാത്റൂമിൽ പോയിട്ട് പുറത്തു വന്നത്. സർ ദിയ ഇങ്ങോട്ട് പോയി സർ. നമുക്ക് പോയി നോക്കാം. ദിയെ പുറത്ത് വിട്ടിരിക്കുന്ന അബദ്ധമാണ്. വരൂ പോവാം. വരൂ സർ, വേഗം വരൂ. അല്ലാതെ നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നീ ഇങ്ങനെ വെറുതെ മിണ്ടാതെ നിന്നിട്ട് കാര്യമില്ലെന്നേ ഞാനല്ലേ പറയുന്നത്. വാ ശരി. ഒരു മിനിറ്റ് ഇവിടെ തന്നെ ഇരിക്കണേ, ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആയിക്കോട്ടെ. അല്ല ഡ്രസ് എന്തിനാ ചേഞ്ച് ചെയ്യുന്ന? ഞാനിവിടെ ഇല്ലേ? അല്ല കഥവ് തുറക്ക. കഥവ് തുറക്കാൻ എന്താണ് ഇത്ര? വേഗം ആവട്ടെ, തുറക്കാനല്ലേ പറയുന്നത്. വേഗം ആകട്ടെ മോളെ, തുറക്ക് കഥവ്. എത്ര നേരമായി? 1 2 3 എണ്ണണം, അപ്പോഴേക്കും ഞാൻ വരാം. 1 2 കണ്ണടച്ചിട്ട് 3 4 5 6 7 8. 1 2 ഇത് ഞാനിപ്പോ എവിടെയാ? അല്ല ഇത് ആരുടെ ശബ്ദം കേൾക്കുന്നേ? മോളെ എവിടെ പോയി മോളെ? നീ എവിടെയാ? നീ എവിടെയാ ഉള്ളത്? നീ എവിടെ നയിച്ചിരിക്കുന്നേ? എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. നീ എവിടെയാ? വെറുതെ കളിപ്പിക്കല്ലേ. വേണ്ട കേട്ടാ, വേഗം ആവട്ടെ. എവിടെയാ നീ? എനിക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ. എവിടെയാ നീ? വേണ്ട കേട്ടോ, ഇതൊന്നും അത്ര ശരിയല്ല. ഞാൻ പറഞ്ഞ കേക്ക്, ഇങ്ങനെ ചിരിക്കല്ലേ. വേണ്ട. നീ എവിടെ? നീ ഇങ്ങനെ ചിരിക്കുന്നു. നീ എവിടെ? മരമായിരുന്നല്ലേ? ഇവിടെ ആരാടാ മരങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച്? എവിടെ നോക്കിയാലും മരമാണല്ലോ. നീ എവിടെ നയിച്ചിരിക്കുന്നേ? എന്നെ എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? ഞാൻ നിനക്ക് എന്താ ചെയ്തത്? ഒന്ന് എന്റെ മുമ്പിലേക്ക് വാ. വേണ്ടത് ഇങ്ങനെ ചിരിക്കല്ലേ. നീ എവിടെയാ? ഇങ്ങനെ ചിരിക്കല്ലേ. അത് നീയല്ലേ? അവിടെ എവിടെയാ? നീയില്ലേ? സത്യം പറ. എന്നെ ഇങ്ങനെ എന്തിനാ ചെയ്യുന്നേ? ഞാൻ നിന്നൊന്നും ചെയ്യ.
ഓ